നമസ്കാരം. ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആയുധശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടത്. നിലവിൽ പുറത്തുവന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ 3 മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ കേന്ദ്രത്തിന്റെ 85 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടത്. ഖൈബർ ഷെഖാൻ, ഖാദർ എച്ച്, സെജിൻ പവേ തുടങ്ങി ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച മിസൈലുകളുടെ ശേഖരമാണ് ഈ ഭൂഗർഭ കേന്ദ്രത്തിലുള്ളത്. ഈ മിസൈലുകളാണ് ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ പ്രയോഗിച്ചിരുന്നത്. 2020 ഇറാൻ ആദ്യമായി തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെ പരസ്യപ്പെടുത്തിയത്. 3 വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങളും പരസ്യപ്പെടുത്തി. ഇതിന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ടെന്ന് ഇറാൻ ലോകത്തോട് വെളിപ്പെടുത്തിയത്. യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും 2 മാസത്തിനകം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി പുതിയ കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിന് വഴങ്ങിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും വേണ്ടി വന്നാൽ സൈനിക നടപടിയും ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഈ ഭീഷണി നിലനിൽക്കെയാണ് ആയുധ ശക്തി വെളിപ്പെടുത്തി ഇറാൻ വീഡിയോ പുറത്തുവിട്ടത്. നിലവിൽ പുറത്തുവിട്ട വീഡിയോ പ്രകാരം ഇറാന്റെ ഭൂഗർഭ ആയുധ കേന്ദ്രം സുരക്ഷിതമല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. ഈ കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ വലിയ സ്ഫോടനം ഉണ്ടാകാതെ തടയാനുള്ള സംവിധാനങ്ങളില്ലെന്നാണ് ഇവർ പറയുന്നത്. തുറന്ന ടണലിനോട് ചേർന്നാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്നത്. സ്ഫോടനത്തെ ചെറുക്കാനുള്ള ബ്ലാസ്റ്റ് ഡോറുകളോ പ്രത്യേക ആയുധ അറകളോ വീഡിയോയിൽ കാണാനില്ല. അതിനാൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നാൽ ഭൂഗർഭ കേന്ദ്രത്തിൽ ഉണ്ടാവുക ചിന്തിക്കാനാകാത്ത വിധമുള്ള സ്ഫോടനമായിരിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ എവിടെയാണെന്നത് ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാനെതിരെ ഒരു വിദേശ കക്ഷിയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യത്തിന്റെ സമഗ്ര സന്നദ്ധത റെഡിയായി കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ടെന്നും അരാഗ്ചി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നത നയതന്ത്രജ്ഞൻ വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും എടുത്തു കാണിച്ചിരുന്നു. കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സായുധ സേനകൾ, ദുരിതാശ്വാസ സംഘടനകൾ, സർക്കാർ, ജനങ്ങൾ എന്നിങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരുന്ന ചില മേഖലകളെ അദ്ദേഹം പട്ടികപ്പെടുത്തി. നമ്മുടെ സന്നദ്ധത നമ്മുടെ ഭൂമിക്കെതിരായ ഏതൊരു ആക്രമണത്തെയും തടയാനുള്ള ശക്തിയും കഴിവും നൽകുന്നുവെന്നും അരാഗ്ചി പറഞ്ഞിരുന്നു.